ഡീസലിന്റെ വിൽപ്പന നികുതി കൂട്ടി കർണാടക സർക്കാർ 18.44% നിന്നും 21.17% വർദ്ധിപ്പിച്ചത്. ഇതോടെ 1 ലിറ്റർ ഡീസലിന് 2 രൂപ വർദ്ധിക്കും. ഇന്നു മുതൽ 91.02 രൂപയാകും ഡീസൽ വില. കൂടുതൽ വിവരങ്ങളുമായി കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, ഡീസലിന്റെ വിൽപ്പന നികുതി കൂട്ടിയിരിക്കുകയാണ് കർണാടക സർക്കാർ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് 2ാം തവണയാണ് ഡീസലിന്റെ വിൽപ്പന നികുതി, ഇന്ധന വിൽപ്പന നികുതി കൂട്ടുന്നത്. ഇത്തവണ ഏതാണ്ട് 3% വിൽപ്പന നികുതി കൂട്ടിയിരിക്കുന്നത്. അതായത് 18.44% നിന്ന് 21.02% കൂട്ടിയിരിക്കുന്നു. ഇതോടുകൂടി 2 രൂപയുടെ ഏകദേശം 2 രൂപയുടെ വർധനവാണ് 1 ലിറ്റർ പെട്രോളിന്റെ വിലയിൽ ഉണ്ടാവുക. ഇതിൽ മറ്റൊരു കാര്യം സർക്കാർ ഇക്കാര്യത്തിൽ പറയുന്നത്, ഈ സമീപ സംസ്ഥാനങ്ങൾ, അതായത് കേരളത്തിലാവട്ടെ, തെലങ്കാനയിലാവട്ടെ, തമിഴ്നാട്ടിലാവട്ടെ, ഇതിൽ കൂടുതലാണ് ഡീസലിന്റെ വില. അതുകൊണ്ട് തന്നെ അത്രയും വില ഇപ്പോഴും കർണാടകയിൽ ഇല്ല എന്നുള്ളതാണ് ഈ വില വർധനവിന്, വിൽപ്പന നികുതി കൂട്ടുന്നതിന് കാരണമായി സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നു മുതൽ കർണാടകയിൽ പാൽവിലയിൽ 4 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട്. വൈദ്യുതി യൂണിറ്റ് വിലയിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക സർചാർജും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വസ്തുനികുതിയിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വേസ്റ്റ് കളക്ഷൻ, മാലിന്യം കളക്ട് ചെയ്യുന്നതിന് അപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ പ്രത്യേക നികുതി ഈടാക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ സാമ്പത്തിക വർഷത്തിൽ വലിയ നികുതി ഭാരം ജനങ്ങൾക്ക് മേലേക്ക് അടിച്ചേൽപ്പിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.